പത്മ വിഷ്ണു സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. യസ്യ ദ്വരത വക്ത്രാദ്യ പാരിഷാദ്യ പരശതം വിഘ്നം നിഘ്നന്തി സതതം വിശ്വക്സേനം തമാശ്രയേ. മുന്നിലത്തെ വരിയിൽ ഉപശാന്തയെ എന്നുള്ള വരി പറഞ്ഞു. ഉപശാന്തിയെ അതായത് ഉപശമിപ്പിക്കുക, അതായത് വിഘ്നങ്ങളെ നീക്കുക. എങ്ങനെ നീക്കുന്നതാണ്? ആരാണ് നീക്കുന്നത്? യസ്യ ദ്വരതവക്ത്രാദ്യ. ആരാണ് ദ്വരതവക്ത്രാദ്യ? കൊമ്പുകളുള്ള വക്ത്രങ്ങൾ. വക്ത്രം എന്നുള്ളത് മുഖം എന്നുള്ള ഒരർത്ഥം. എങ്ങോട്ടാണോ നോക്കുന്നത്, ഫേസിങ്, എന്തിനെയാണോ ഫേസ് ചെയ്യുന്നത്, ആരാണ് ഫേസ് ചെയ്യുന്നത്? ദ്വരത വക്ത്രാദ്യ, അതായത് ആന എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. ഇവിടെ വിഘ്നേശ്വരനായ ഭഗവാൻ മഹാഗണപതിയെയും കുറിക്കുന്നു. യസ്യ ദ്വരത വക്ത്രാദ്യ. ആദ്യം എങ്ങോട്ടാണ് നോക്കുന്നത്? ആരാണ് നോക്കുന്നത്? ഭഗവാൻ. വക്ത്രാദ്യ പാരിഷാദ്യ പരശതം. 100 കണക്കിന് തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ജപിക്കാനിരിക്കുമ്പോൾ, മാനസികമായും ശാരീരികമായും. ആ തടസ്സങ്ങളിലേക്ക് നീ മുഖം കൊടുത്ത് ആ തടസ്സങ്ങളെ മാറ്റേണമേ. ആരാണ്? വിഘ്നം നിഘ്നന്തി സതതം. വിഘ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിൽ പല 100 ചിന്തകൾ ഉണ്ടാകും. 100 പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഉള്ളിലും പുറത്തും വന്നുകൊണ്ടേയിരിക്കും. ആ വിഘ്നങ്ങളെ നിഘ്നന്തി സതതം, ഓരോ വിഘ്നങ്ങളെയും നീ സതതം നീക്കിക്കൊണ്ടേയിരിക്കണമേ. എന്തുകൊണ്ടാണ് ഇവിടെ മഹാഗണപതിയെ കുറിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി പറയേണ്ടതാണ്. കാരണം പലപ്പോഴും വിഘ്നേശ്വരനെയാണോ വിശ്വക്സേന മൂർത്തിയെയാണോ ഇവിടെ പറയുന്നത് എന്നുള്ളൊരു സംശയവും ചർച്ചയും നിരന്തരം ഉണ്ടാവും. പ്രകടമായി പത്മനാഭസ്വാമിയുടെ വടക്കേ നടയിൽ കൂടെ കാണുമ്പോൾ ഇതിന്റെ പ്രകട രൂപം കാണാം. കാരണം മഹാഗണപതിയുമുണ്ട്, അവിടെ ക്ഷേത്രപാലകനായി ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ വിശ്വക്സേനമൂർത്തിയുടെ ഉള്ളിലും ഒരു പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ഇതിന്റെ പ്രകട രൂപമാണ്. മഹാഗണപതി എന്ന വിഘ്നേശ്വരനെയും വിശ്വക്സേനമൂർത്തി എന്ന മഹാവിഷ്ണു പത്മനാഭസ്വാമിയുടെ സേനാധിപതിയും ഒരുമിച്ച് കാണാം. അപ്പോൾ വിഘ്നം നിഘ്നന്തി സതതം വിശ്വക്സേനം തമാശ്രയേ. ഭഗവാൻ മഹാഗണപതിയെയും വിശ്വക്സേനമൂർത്തിയെയും ഒരേപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ വനമാലി ശാങ്കി എന്ന് പറയുന്ന മന്ത്രം പിന്നീട് പറയുന്നത് ഈ ഭഗവാനെ കുറിച്ച് തന്നെയാണ്. അതായത് വിശ്വക്സേനമൂർത്തിയും കൂടെ ചേർത്താണ്. വിശ്വസിന്റെ സകല വിശ്വത്തിന്റെയും സേനാധിപതിയായ, സേനൈ മുതൽവർ എന്ന് തമിഴിൽ പറയും. അതായത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ, നാരായണന്റെ സേനാധിപതിയായവനെ. അപ്പോൾ ഇവിടെ മഹാഗണപതിയെയും വിശ്വക്സേനമൂർത്തിയെയും ഒരേപോലെ തന്നെ പറയുന്നു. കാരണം നമ്മൾ സാധന ജപിക്കാനിരിക്കുമ്പോൾ തടസ്സങ്ങളുണ്ടാകും. തടസ്സം മാറ്റാൻ ഉള്ളിലും പുറത്തും സേനാധിപതിയായ വിശ്വക്സേനമൂർത്തിയെയും വിഘ്നേശ്വരനായ മഹാഗണപതിയെയും ഒരേപോലെ ജപിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. കാരണം ജപങ്ങൾ, സാധനകൾ എപ്പോഴും നിരന്തരമായി ചെയ്യുന്നവർക്കറിയാം, തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഉള്ളിലും പുറത്തും. അത് മാറ്റി തന്നെ മുന്നോട്ട് പോകണം. അതൊരു കവചമാണ്. ആ കവചം അണിഞ്ഞ് ഷീൽഡ് ധരിച്ചേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകത്തില്ല. അതാണ് ആദ്യം തന്നെ ശുക്ലാംബരധരം തേജസ്സിനെ ധ്യാനിക്കുന്നു. അതുകൊണ്ട് അടുത്ത ആ തേജസ്സുമായി നമ്മൾ ഒരു കവചമണിയുകയാണ്. പത്മനാഭസ്വാമിയുടെ ഈ ജപം തുടരാൻ മഹാഗണപതിയെ നീയും വിശ്വക്സേനമൂർത്തിയെ നീയും കൂടെ ഉണ്ടാകണമേ. അതാണ് വരികൾ. യസ്യ ദ്വരതവക്ത്രാദ്യ പാരിഷാദ്യ പരശതം വിഘ്നം നിഘ്നന്തി സതതം വിശ്വക്സേനം തമാശ്രയേ. ശാന്തി ശാന്തി ശാന്തി. ശ്രീ അനന്തപത്മനാഭസ്വാമിയേ ശരണം. പത്മ.